ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നമ്മളിപ്പോൾ എവിടെയുള്ള അറിയോ? കോഴിക്കോട്. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ട ആളുകൾക്കെല്ലാം അറിയാം. നമ്മളിവിടെ ഈ മുറ്റത്ത് വന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ആ വീഡിയോ വൈൻഡപ്പ് ചെയ്തല്ലേ. ഇതെവിടെയാണ് അമ്ര? ഇതെവിടെയാണ് നമ്മളുള്ള? മാരുതിന്റെ ഷോറൂമില് ഇതാ സുസുക്കി മാരുതി. ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് ഗൈസ്. അപ്പൊ ഇതാ പോപ്പുലറിന്റെ ഷോറൂമിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ കാലിക്കറ്റില്. അപ്പോൾ നമ്മളിതാ നമ്മളെ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഏതാ വണ്ടി, ആരാ നമ്മളെ സഹായിച്ച ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്, ആരാ നമ്മളെ എക്സിക്യൂട്ടീവ്, അതെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവരിങ്ങനെ നോക്കുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് കയറാം അല്ലേ? അതെല്ലാം അല്ലേ? നമ്മള് ശരിക്കും പറഞ്ഞാല് നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഏകദേശം 1.5 മാസമായില്ലേ? 1.5 മാസത്തിന് മുകളിലായി. വണ്ടി എത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകദേശം 10-20 ദിവസമായി അല്ലേ? വണ്ടി അതെ ഓർഡർ ചെയ്തിട്ട് വരുന്ന വണ്ടിയാണ്. ഏതാ വണ്ടി എന്നുള്ളത് നമ്മൾ പറയാനായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൂടെ കഴിഞ്ഞതിന് നമ്മളെ ഈ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആയി അല്ലേ? RC നമ്മൾ പോസ്റ്റലായിട്ട് വരിക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയെന്നുള്ളത് എന്താ പറയുക, രോഹിത്തിന് നല്ലോണം അറിയല്ലേ നമ്മളെ പ്രോബ്ലംസ് അല്ലേ. ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഗതിയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു. എന്തായാലും എല്ലാവരും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല. ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അറിയാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഏകദേശം 4-5 ബാങ്കിൽ നമ്മൾ ട്രൈ ചെയ്തില്ല. 4-5 ബാങ്കിൽ നമ്മൾ ട്രൈ ചെയ്തിട്ട് അവസാന ഘട്ടത്തിൽ രോഹിത്തും അതുപോലെ തന്നെ പ്രജീഷും നമ്മളൊരു ചങ്ക് കൂടെ ഉണ്ട്. അവരോട് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ അല്ലേ. അപ്പൊ ഇവര് 2 പേര് കൂടിയിട്ടാണ് നമുക്ക് അടുത്ത ഓപ്ഷൻ വന്നത് ജിന്റെ പേരിൽ എടുക്കാൻ നമുക്ക് വണ്ടി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആവും. അപ്പോൾ ഞാൻ അത്രയും ദിവസം നമ്മൾ അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റാണ് നമുക്ക് വന്നത്. അതെ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ജിന്റെ പേരിലിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് ജസ്റ്റ് വിത്തിൻ 3-4 ഡേയ്സിൽ നമുക്ക് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് വണ്ടി ഡെലിവറി എടുക്കാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കിയതായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ സെക്കൻഡ് ഹാൻഡ്സ് വണ്ടി പോലും നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത്. പക്ഷെ നമ്മൾ ഇന്ന് ഈ ഒരു പ്രോബ്ലംസ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഞാനൊന്നും അറിയിട്ടില്ല, അവരെന്നെയാണ് വിലക്കെട്ട് ചെയ്തു തന്നത് എല്ലാ കാര്യങ്ങളും അല്ലേ. അതെ തീർച്ചയായിട്ടും ഇവരെ കോണ്ടാക്ട് നമ്പർ എന്തായാലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. മാരുതിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് വെഹിക്കിൾസും ആണെന്നുണ്ടെങ്കിൽ നെക്സ അതുപോലെ തന്നെ പോപ്പുലർ കാറ്റഗറിയിൽ അല്ലേ. പോപ്പുലർ എന്ന് പറയുന്നത് ഞാൻ ഏതൊക്കെ കാറ്റഗറി നമുക്ക് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ചെയ്യാൻ പറ്റുന്ന നെക്സ വെഹിക്കിൾസും രണ്ടും ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളെല്ലാം. അതെ അപ്പോൾ ഏത് രീതിയിലുള്ള വെഹിക്കിൾസും നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ എടുത്ത വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഡേയ്സ് എടുക്കുന്നുണ്ടല്ലോ ബുക്കിംഗ്. 3 to 4 months വരെ ബുക്കിംഗ് പ്രയോറിറ്റി ഉള്ള വെഹിക്കിളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എന്താ വെച്ചാൽ ഞാൻ അത്രയും എന്താ പറയുക
പെട്ടെന്ന് കിട്ടണം എന്നുള്ള ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് വളരെ കറക്റ്റ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സൈഡിലാണ് കുറച്ച് പ്രയാസങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു വണ്ടി ഊപ്പർക്ക് ഭയങ്കരമായിട്ട് ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് നടക്കുമെന്നൊന്നും നമ്മൾ ഒഴിവാക്കിയതാ ശരി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് താങ്ക്സ് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഇനി ഏതാ വണ്ടിയുടെ കീ കൈമാറുന്ന കാര്യങ്ങൾ കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അവസാനമായിട്ട് നമ്മുടെ വണ്ടി ഇതാ നിങ്ങളെ മുമ്പിലേക്ക് നമ്മൾ കാണിക്കാൻ വേണ്ടി പോവാതെ അതിനു മുമ്പ് ഈ ഒരു നിമിഷം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് ഗസ്റ്റ് ചെയ്യാൻ ഏതാണ് നമ്മുടെ വണ്ടി പൊട്ടിച്ചേക്ക്. അപ്പോ അതെല്ലാം ചെയ്തു വെച്ചേക്ക്. എനിക്ക് കിടിലം വീഡിയോസ് വരുന്നതാണ്. അടിപൊളി യാത്രയെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വണ്ടിനെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പഴയ വണ്ടി കുറച്ച് ചെറുതായിരുന്നു, അതിനെ മാറ്റി കുറച്ച് വലുതാക്കിയിട്ട് നമുക്ക് യാത്രയ്ക്ക് സൗകര്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വണ്ടി ചേഞ്ചസ് ശ്രമിച്ചത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത പോപ്പുലർ വെഹിക്കിൾസിൽ 2 പേര് നമ്മളെ ചങ്ക് എന്ന് പറയുന്നത് വിടുക രോഹിത് തന്നെയാണ്. രോഹിത്തും അതുപോലെ തന്നെ പ്രജീഷ്, ഇവർ 2 പേരും നമ്മളെ മെനക്കായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വണ്ടി നമ്മൾ ആഗ്രഹിച്ച ആ ഒരു സംഭവം തന്നെ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഇവരോട് ഒരുപാട് കടപ്പാടുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ ആകാംക്ഷ ഉണ്ടാവില്ല ഓടില്ല. അപ്പൊ ഏതാ വണ്ടി എന്നുള്ള ഇതാ ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ അയച്ചോ അത്. ഓക്കെ, അപ്പൊ അമ്രനോട് ചോദിക്കാം നമുക്ക്. അമ്ര എന്താ അഭിപ്രായം? അമ്രക്കറിയാമോ ഏതാ വണ്ടി എന്നുള്ള? അമ്ര 2-3 പ്രാവശ്യം പറയാൻ വേണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അമ്രന ചെയ്യാൻ പോലും പറയാൻ വിട്ടിട്ടില്ല. അതെ, നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ ഇതൊരു ബ്രീസ് അല്ല, ഇതൊരു ബ്രീസ് അല്ല, വാഗണറല്ല, ഗ്രാൻഡ് വിറ്റാര അതുമല്ല. അപ്പൊ നമുക്ക് ഏതാ വണ്ടി നോക്കാം. നമ്മൾ ആഗ്രഹിച്ച ഒരു വണ്ടി എന്ന് വെച്ചാൽ ഇതാണ് എർട്ടിക. നമുക്ക് മാരുതിന്റെ വെഹിക്കിൾസിൽ 7 സീറ്റ് നമുക്ക് അംഗസംഖ്യ കൂടുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് യാത്ര ചെയ്യുന്ന നേരം നമ്മളെ കൂടെ അവിടുന്ന് ജോയിൻ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളെ ചെറിയ ബലേനോ അതിലൊന്നും തന്നെ കംഫർട്ടബിൾ ആവൂല, തെങ്ങിയിട്ടൊക്കെ യാത്ര. അപ്പൊ കുറച്ചുകൂടെ സ്പേസസ് ആയിട്ടുള്ള വണ്ടി എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അതില് ബഡ്ജറ്റ് ആൻഡ് ഫ്രണ്ട്ലി, അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ കിട്ടുന്ന, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് സുസുക്കി എന്ന് പറയുന്നത് മാരുതിന്റെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആണ്. നമുക്ക് സർവീസിന് എവിടെ അയക്കാനും ആ ഒരു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മാരുതി തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ എർട്ടിക ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈബ്രിഡ് ആണ് അല്ലേ, ഹൈബ്രിഡ് ആണ് വണ്ടി. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ റിവ്യൂ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന രീതിയിൽ വരുന്നതായിരിക്കും. അത് എന്തൊക്കെയാണ്, നമ്മൾ ഏത് മോഡലാണ് എടുത്തിട്ടുള്ളത്, ഏതാണ് ഓപ്ഷൻ എന്നൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നമ്മളെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സിമിലർ നമ്പർ അതിന് വേണ്ടിയിട്ട് ഡിലേ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് ഡിലേ വരുള്ളൂ. പക്ഷേങ്കിൽ നമ്മളെ ഈ ഒരു പ്രോസസ്സിങ് ബാങ്കിൽ ലോണിന്റെ എല്ലാം പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് നമ്മളെ മറ്റേ നമ്പർ അങ്ങ് പോയി
ഏത് 7711 കൊണ്ട് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മള് 772 AG 772 എന്നുള്ള നമ്പർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതും ഇവരെ ഞാൻ എടുത്താന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ. ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വണ്ടിയിലെ കാര്യങ്ങളും റിവ്യൂ എല്ലാം ആയിട്ട് നമുക്കൊരു മറ്റൊരു വീഡിയോ എല്ലായിട്ട് തരും. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാതെ അപ്പൊ ഇതെല്ലാം ചെയ്തോ ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോ നിങ്ങളിലേക്ക്